കുറേ നാൾ മുമ്പ് രേണു സുധിയും അതുപോലെ തന്നെ രേണു സുധിയുടെ വീട്ടുകാരും ഇവരും മാത്രമായിരുന്നു ഇതിൻ്റെ ഒരു ശത്രുക്കൾ. ഇന്നലെ മുതൽ പുതിയൊരു ശത്രുവും കൂടി വന്നിട്ടുണ്ട്. വേറെ ആരുമല്ല, ഫിറോസിന. അതായത് ഫിറോസ് ഇപ്പോഴും രേണു സുധിയുടെ ഭാഗത്താണെന്നാണ് ചില ആൾക്കാർ പറയുന്നത്. ഫിറോസിന് ഇപ്പോൾ ആ വീട്ടിൽ നിന്നും അവരെ ഇറക്കി വിടാൻ കഴിയില്ല. ആ വീട് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വീടിൻ്റെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി മനസ്സിലാകും. അതുകൊണ്ടാണ് ഫിറോസ് ഇപ്പോഴും മാറി നിൽക്കുന്നത്, ഫിറോസ് ഇപ്പോഴും രേണുവിന് സപ്പോർട്ടായി നിൽക്കുന്നത് എന്നുള്ള തരത്തിൽ ഇന്നലെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അതായത് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധീന അങ്ങ് ചമ്മന്തിയാക്കിയിട്ട് അങ്ങ് ഭക്ഷിക്കണം എന്നാണ് ഇവരെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുന്നതാണ്, ആരോടാ ഇവർ യുദ്ധം ചെയ്യുന്നത്? ഈ യുദ്ധം ചെയ്യുമ്പോഴേ അപ്പുറത്ത് നിൽക്കുന്ന ആ പടക്കെങ്കിലും കുറച്ചൊരു ശക്തി വേണ്ടേ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പുറത്ത് നിൽക്കുന്നത് ഒരു വലിയ ടീമാണെങ്കിലും ഓക്കെ, ഇതെന്ന് പറയുന്നത് 4-3-7 ഉറുപ്പ്യക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ കളിക്കുന്നു, എന്തൊക്കെയോ അഭിനയിക്കുന്നു. ശരി, അങ്ങനെ അങ്ങ് പോട്ടെ. സോഷ്യൽ മീഡിയയിൽ ഏതായാലും താരമാണ്. അവർ അതിനു വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അവരെന്തോ പറയുന്നു. അതുപോലെ തന്നെയല്ലേ ഇവിടെയുള്ള പലരും ചെയ്യുന്നത്. അതായത് പലർക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ റീച്ചാണ്. അപ്പോൾ രേണു സുധീന മോശമായി പറഞ്ഞിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങളെല്ലാവരും സത്യാവസ്ഥ ആലോചിച്ച് നോക്ക്. അതായത് കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ച അന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായരും അതുപോലെ മിമിക്രി അസോസിയേഷനും പറയുന്നു ഞങ്ങൾ സുധിക്ക് വീട് വെച്ച് കൊടുക്കുമെന്ന്. അങ്ങനെ അവർ വെച്ച് കൊടുക്കാൻ നോക്കിയ വീട്ടിലേക്ക് നേരെ വന്ന് ചാടുകയാണ് ഫിറോസും കമ്പനിയും. അതുപോലെ തന്നെ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞ് അച്ഛൻ വന്നു എന്ന് പറയുന്നുണ്ട്. അച്ഛനോട് ശ്രീകണ്ഠൻ നായർ പറഞ്ഞു സ്ഥലം നിങ്ങളൊന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയും പറയുന്നുണ്ട്. ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇവർ സ്ഥലവും കൊടുത്തു, വീടും വെച്ച് കൊടുത്തു. ശരിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം വീടിന് ചെറിയ പ്രശ്നങ്ങൾ വന്നപ്പോഴേ അത് അവർ വിളിച്ചു പറഞ്ഞു എന്നുള്ളത് അവരുടെ ഒരു തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണാൻ പാടില്ല, അല്ലെങ്കിൽ അത് പാടില്ല, ഇത് പാടില്ല എന്നൊക്കെ പറയുമ്പോഴും നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ദാനം കൊടുക്കുമ്പോഴാണ്. അത് 10 പൈസയാണെങ്കിൽ 10 പൈസയായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. പണ്ടൊക്കെ ഒരു വൃത്തികെട്ട പരിപാടി ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയോന്നറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയിട്ട് ബർത്ത്ഡേ ഒക്കെ കഴിച്ച് അവിടെ വേസ്റ്റ് വരുന്ന സാധനം കൊണ്ടുപോയിട്ട് അനാഥാലയത്തിൽ കൊടുക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇന്ന് ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇന്ന് ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങിക്കോ? ഒരിക്കലും വാങ്ങിക്കത്തില്ല. എന്തുകൊണ്ടാണ്? അവർക്കും അഭിമാനമുണ്ട്. അവർ അനാഥരാണെങ്കിലും അവർക്കും ഒരുപാട് അഭിമാനമുള്ളവരാണ്. ആ അഭിമാനത്തോട് കൂടിയിട്ട് അവരെ വളർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള തോട്ടപ്പരിപാടിയും കൊണ്ട് ഇനി ആരും ഇങ്ങോട്ട് വരണ്ട. മറ്റൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണ വീട്ടിൽ ബാക്കി വന്ന ബിരിയാണി അപ്പോഴും നേരെ അനാഥാലയത്തിലേക്കാണ്. അതായത് വലിയ വലിയ ആൾക്കാർ തൊമ്മിയതും എടുത്തിട്ട് ഇവർക്ക് അങ്ങ് കൊടുക്കും. അവർ കൊണ്ടുപോയിട്ട് ആർത്തിയോട് കൂടിയിട്ട് അത് കഴിക്കും. ശരിയാണ്, അവർക്ക് കൊണ്ടു കൊടുക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ അവർക്ക് ഇതൊക്കെ കിട്ടാൻ വലിയ പാടാണ്. പക്ഷെ നിങ്ങൾക്ക് അന്തസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നല്ലത് ഒരു ചെമ്പ് അങ്ങ് കൊടുത്ത് വിട്ടിട്ട് വേണം ഇവിടെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിന്ന് കഴിഞ്ഞിട്ട് ബാക്കി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഫിറോസ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു വീടാണ്. അതിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ശരിയാണ്, എനിക്ക് മിസ്റ്റേക്ക് സംഭവിച്ചു പോയി, അത് ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞു. അയാൾ എന്നിട്ട് പലതും ചെയ്യുകയും ചെയ്തു കേട്ടാ. ആ വീടിന് പോയിട്ട് അയാൾ പലതും ചെയ്യുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് കുറച്ചൊരു മനസാക്ഷിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യൻ തന്നെയാണ്, ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ചാടി വീണത് ഈ സുധി, രേണു സുധിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ആർക്കും വേണ്ടിയിട്ടോ അല്ല, കൊല്ലം സുധീൻ്റെ ഫെയിം കണ്ടിട്ട് തന്നെയാണ്. കൊല്ലം സുധിക്ക് ഇവിടെ ഒരു കൂട്ടം ആരാധകരുണ്ട്. കൊല്ലം സുധിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ കലാപവും മണി കഴിഞ്ഞാൽ മിമിക്രി ലോകത്ത് മരണപ്പെട്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ ആ ഒരു ഇത് ഹൃദയം തൊട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഈ കൊല്ലം സുധീൻ്റെ ഇത് തന്നെയാണ്. അതിനു മുമ്പേ ഒരുപാട് കലാകാരന്മാർ മരിച്ചു പോയിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയോ? പലരും എന്ന് പറഞ്ഞാൽ വീടില്ലാത്തവരുണ്ട്. ഇപ്പോൾ എന്താ പറയേണ്ടത്, ഒരുപാട് എന്താ പറയുക, ഈ കൊല്ലം സുധി മരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഒരു 3-4 കലാകാരന്മാർ മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും എത്തിയിട്ടില്ല. അവർക്കൊന്നൊരു വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഈ ഫെയിം കണ്ടപ്പോൾ എല്ലാവരും ഇവരെ സഹായിക്കാമെന്നു ശരിയാണ് എന്ന് വിചാരിച്ച് അവരുടെ അടിമയായി പിന്നെ കിടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ? ഒരാൾക്ക് നമ്മളൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് വിട്ടേക്കണം. പിന്നെ അതും കൊണ്ട് വരാൻ പാടില്ല, അതും പോയിട്ട് അന്വേഷിക്കാൻ പാടില്ല. അതവിടെ കൊടുത്ത് അതവിടെ തീർന്നു. അല്ലാതെ അതിനപ്പുറത്തേക്ക് പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട. ഇനി എന്തെങ്കിലും പോയിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
അവിടെ തീർന്ന കാര്യങ്ങൾ അവിടെ തീർന്നു. ഇപ്പോൾ ഈ പിന്നെന്താ പറയേണ്ടത്, ഞാൻ ഒരു കാര്യം ഞാൻ പറയേ, ഇതിൻ്റെ അകത്ത് ചെറിയ തെറ്റുകൾ രേണുവിൻ്റെ ഭാഗത്തും രേണുവിൻ്റെ അച്ഛൻ്റെ ഭാഗത്തും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പലതും പോയിട്ട് സോഷ്യൽ മീഡിയയിൽ പോയിട്ട് രേണുവിൻ്റെ അച്ഛൻ രോഷത്തോടു കൂടി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ രോഷത്തോടു കൂടി സംസാരിക്കാൻ പാടില്ലായിരുന്നു. എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്ന നിങ്ങൾ പൂർത്തിയാക്കുക. ഇനി അതല്ല എങ്കിൽ അവരോട് പറയുക ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അല്ലാതെ പോയിട്ടെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ പോകുമ്പോഴേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ റീച്ച് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. എല്ലാവർക്കും വേണ്ട റീച്ചാണ്. രേണുവിനെ നല്ലത് പറയുന്നു, രേണുവിന് വേണ്ടി സംസാരിക്കുന്നു, അല്ലെങ്കിൽ രേണുവിനെ എതിരായിട്ട് പറയുന്നു എന്ന് പറയുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? റീച്ചാണ്. അപ്പോൾ ചോദിക്കും നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നോ? റീച്ചല്ലേ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എൻ്റെ വീഡിയോ ഞാൻ രേണുവിനെ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും കാണത്തില്ല. ഉള്ള കാര്യം എന്താ പറയുന്നത്? എൻ്റെ വീഡിയോ നോക്കുക, അവിടുന്ന് ആകെ 3,000-4,000 ആൾ കണ്ടിട്ടുണ്ടെങ്കിൽ. കാരണം രേണുവിനെ മോശം പറഞ്ഞു കഴിഞ്ഞാൽ 25,000-30,000 ആളെല്ലാം കാണും, അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നേരിൻ്റെ ഭാഗത്ത് നിൽക്കാനാണ് ഇഷ്ടം. അല്ലാതെ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് കുറേ പൈസ വേണം, ശരിയാണ്, എനിക്ക് അങ്ങനെ ചെയ്യാം, അതിലൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണ്ട ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അച്ഛൻ ഒരു കാരണവശാലും ഇതിൻ്റെ അകത്ത് പിന്നെ ഇടപെടാൻ പാടില്ലായിരുന്നു. പിന്നെ എന്താ പറയുക, ഫിറോസ് ആണെങ്കിലും ഇതിവിടെ തീർന്നേ, ഇനി ഇതിൻ്റെ പേരിൽ ആരും വരരുതേ, അത് പറഞ്ഞ് തീർക്കണമായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാട്ടോ, ഫിറോസിൻ്റെ ഭാഗത്ത് വന്ന ചില തെറ്റുകളുണ്ട്. അതായത് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ കുത്തിക്കുറിച്ചിടാറുണ്ട്. അതായത് ഫേസ്ബുക്കിലൊക്കെ ഞാൻ പലപ്പോഴും അയാളുടെ വാക്കുകളൊക്കെ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ കുത്തിക്കുറിച്ച് ഇടുകയാണ് അയാൾ ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ചില കൊള്ളിക്കലായിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പോൾ കൊല്ലസുധിയുടെയോ രേണുവിൻ്റെയോ അല്ലെങ്കിൽ വേറെ ആരുടെയും പേരൊന്നും പറയാതെ എന്തെങ്കിലും കുത്തിക്കുറിക്കുക, അതും വളരെ തെറ്റ് തന്നെയാണ്. അപ്പോഴൊരു 3-4 പേര് വന്ന് കമൻറ്റ് ചെയ്യും, പിന്നെ അതെടുത്തൊരു വീഡിയോ ആകും. അങ്ങനെയൊക്കെ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെല്ലാവരും കൂടിയിട്ട് ചെറുതായിക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ഇവർ യുദ്ധം ചെയ്യുന്നത് ഏതോ ഒരു 5 വയസ്സുകാരനോടോ പിന്നെ ഒരു 21 വയസ്സുള്ള ഒരു ചെറുക്കനോടോ മാത്രമാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കൊല്ലസുധി എന്ന് പറയുന്ന ഒരു കലാകാരന് വീട് ഉണ്ടാകേണ്ടത് ആ 2 മക്കൾക്ക് മാത്രമാണ്. അല്ലാതെ രേണു സുധിക്കൊന്നല്ല. രേണു പറയുന്നുണ്ടല്ലോ, ഞാൻ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വിവാഹം കഴിച്ചു പോകും, അവരായുഷ്കാലം മുഴുവൻ ഇവിടെ നിൽക്കത്തൊന്നുമില്ല. അവരിനി പോകുമ്പോഴേ ചിലപ്പോൾ ഈ ചെറുക്കനെയും കൊണ്ടുപോകും. പിന്നെ പക്ഷേ ഒരു 20 വയസ്സൊക്കെ ആയാൽ ഈ ചെറുക്കന് വന്ന് താമസിക്കാൻ, അല്ലെങ്കിൽ എൻ്റേതാണ് എൻ്റെ അച്ഛൻ്റേതാണെന്ന് പറയാനുള്ള ഒരു സ്ഥലമാണ് ആ വീട് എന്ന് പറയുന്നത്. അല്ലാതെ അതൊരു വെറും എന്താ പറയുക 4 മുറികളുള്ള ഒരു വീട് മാത്രമല്ല, അതിലൊരു വൈകാര്യതയുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതെന്ന് പറയുന്ന ആ സുധി എന്ന് പറയുന്നവൻ്റെ മനസ്സും ഹൃദയവും ഒക്കെ അതിൻ്റെ അകത്താണ്. ഇപ്പോൾ കൊല്ലം സുധിയുടെ മൂത്ത മകൻ കിച്ചു, അവൻ പറയുന്നത് കേട്ടു, ഞാൻ കൊല്ലത്താണ് താമസിക്കുന്നത്. പക്ഷെ അവന് മനസ്സിലായില്ല ഇതുവരെ. ഒരു 10-28 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാലാണ് അവന് മനസ്സിലാവുക. എന്താ കാരണം എന്ന് വെച്ചാൽ തൻ്റെ അച്ഛനെ കാണണം എന്നുള്ള ആഗ്രഹം വരുമ്പോഴേ ചിലപ്പോൾ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു മനസ്സുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ പയ്യൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ പയ്യൻ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മാനിയ പിടികൂടിയിരിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും പിന്മാറുകയാണ് വേണ്ടത്. പിന്മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഒരു സുഖം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാണ് വെറുതെ എങ്കിലും ആൾക്കാർ കൊണ്ട് പറയിക്കുന്നത്? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് ചെയ്യണം. ഒന്ന് ഹൈപ്പ് ചെയ്യണേ, എല്ലാവരും ഷെയർ ചെയ്തോളാം. ബൈ ബൈ.